എന്തിനാ ചവിട്ടിയത്? കുട്ടി മരിച്ചത് മിനിഞ്ഞാന്നാണ്. അവർ ഈ ഒരു സ്കൂളിലെ പോലും ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് നിങ്ങളിത് കാണിക്കണം. ഇത് അനുശോചനമല്ല. ഫസ്റ്റ് 4 പേര് അനുശോചനം, ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ്. ഹലോ ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബെയർ ഇൻ ചുള്ളിക്കൽ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയത്തിന്റെ തുടർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ വെളിപ്പെടുത്തലായിട്ട് വരുന്നുണ്ട്. സെയിന്റ് ഡൊമിനിക് സ്കൂൾ, പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ സ്കൂളാണ്. ഈ സ്കൂളിൽ നടന്ന സംഭവമാണ്. ആഷിർ നന്ദ എന്ന പെൺകുട്ടി, ടീച്ചർമാർ, അവിടെയുള്ള സ്കൂളിന്റെ ചില നടപടികൾ മൂലം പരീക്ഷയിൽ 1.5 മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടമായി. ആ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ആ സ്കൂളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 5 പേര് ഉൾപ്പെട്ടവർക്കെതിരെ നടപടി സ്കൂളിന്റെ ഭാഗത്ത് നിന്നാട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള നടപടി പോകാനുണ്ട്, അതിലേക്ക് പോയിട്ടില്ല. ഈ അവസരത്തിൽ അവിടെയുള്ള കുട്ടികൾ, അതിൽ പങ്കെടുത്തുള്ള മാതാപിതാക്കൾ, അതേപോലെ തന്നെ ആ ദിവസം സംഭവിച്ച കാര്യം ആ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആ വിഷയങ്ങളൊക്കെയാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു സ്റ്റെല്ല എന്ന് പറയുന്ന അവരെ നികൃഷ്ട ജീവിതമൊക്കെ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച ഒരു സിസ്റ്ററിനെ പരാമർശിക്കൊണ്ട് ഉപയോഗിച്ചാണ്. നികൃഷ്ടജീവികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടയായ ജീവി എന്നേ എനിക്ക് പറയാനുള്ളൂ. അവർ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾ കേട്ടാൽ ഞാൻ ഒന്നുകൂടി അത് കേൾപ്പിച്ചു തരാം. സംഭവം എന്തിനാ ചവിട്ടിയത്? ബുക്ക് കൊണ്ടുവരാത്തിന് ചവിട്ടിയ പരം മാറിയായിട്ടുള്ള ഇവരൊക്കെ എങ്ങനെയാണ് ടീച്ചറായെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവരൊക്കെ ഏതടിസ്ഥാനത്തിൽ ടീച്ചർ ഒരു കുട്ടിയെ ചവിട്ടി കൊണ്ടുവരേണ്ട ഇവർക്ക് ആരണം അധികാരം കൊടുത്ത് ഒരു സ്കൂളിന് കുറച്ച് റെപ്യൂട്ടേഷൻ, അവിടുത്തെ വിദ്യാഭ്യാസം നല്ലതാണെന്ന് കരുതി മാതാപിതാക്കളും അവിടെയുള്ള കുഞ്ഞുങ്ങളും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവളൊക്കെ എന്ത് പറഞ്ഞാലും ചെയ്യുന്നത് ധാർഷ്ട്യം കൊണ്ടല്ലേ കാണിക്കുന്നത്. ഒരു അടി കിട്ടുന്നത് പോലും സഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അങ്ങനെ ചൂരലിന് അടിക്കേണ്ട പരിപാടിയൊന്നും വേണ്ട എന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. കാലകാലങ്ങളായി വരുന്ന മാറ്റങ്ങളാണ് അത്. സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറേ നാള് അംഗവൈകല്യം സംഭവിച്ചാൽ നമ്മൾ വികലാംഗരെന്ന് വിളിക്കുമായിരുന്നു. ബസ്സിലൊക്കെ നമ്മൾ വികലാംഗരെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ സ്ഥലം മാറ്റി വെക്കണം എന്നുള്ളത് സമൂഹത്തിന്റെ വളർച്ചയാണ്. അവിടെ നിന്നും മാറി നമ്മളിപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് എന്ന് വളരെ പോസിറ്റീവ് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. ആ രീതിയിൽ സമൂഹം മാറിക്കൊണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ വിദ്യാഭ്യാസ രംഗത്തുകൊണ്ട് കുട്ടികളെ ഉപദ്രവിച്ചിട്ടല്ല അവരെ പഠിപ്പിക്കേണ്ടതെന്നുള്ള ആ മാറ്റം പെഡഗോജിയിൽ വന്ന, അധ്യാപന രീതിയിൽ വന്ന മാറ്റം സമൂഹത്തിനുള്ളപ്പോഴാണ് നമ്മൾ വീണ്ടും പഴയ കാലത്തിന് അടിക്കുകയല്ല ചവിട്ടിക്കൂട്ടുകയാണ്. ഇവളേക്ക് എങ്ങനെ അധ്യാപികമാരെന്ന് വിളിക്കാൻ പറ്റുന്നത്? അവളും ചേർന്ന് 5 പേരാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായിട്ടുള്ളത്. അവിടെ പ്രതിഷേധിച്ചിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്താണ് ഇവർ ചെയ്യുന്നത്. കുട്ടി മരിച്ചത് മിനിഞ്ഞാന്നാണ്. അവർ ഈ ഒരു സ്കൂളിലെ പോലും ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് നിങ്ങളിത് കാണിക്കണം. ഇത് അനുശോചനമല്ല. ഫസ്റ്റ് 4 പേര് അനുശോചനം, ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ്. ആ കുട്ടിയെ ക്രീച്ചർ എന്ന് വിളിച്ച്, ജന്തു എന്ന് വിളിച്ചു. ഇത് ഇവിടെ സ്ഥിരം സ്വഭാവമുണ്ട്. കഴിഞ്ഞ ദിവസം വന്ദന എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞു അവര് ടെർമിനേറ്റ് ചെയ്താണ് സ്കൂളിൽ നിന്ന്. കാരണമൊന്നും ബോധിപ്പിക്കാതെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ പറഞ്ഞ ന്യായീകരണം ഞങ്ങൾ 1 വർഷത്തെ കോൺട്രാക്ട് എന്ന രീതിയിലല്ല എടുത്തത്. ഇനി കോൺട്രാക്ട് കഴിഞ്ഞ് പോകുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ പോലും അവരൊരു മര്യാദ അർഹിക്കുന്നുണ്ട്. അവരെ വൃത്തികെട്ട ജന്തുക്കളെന്നാണ് ഈ സ്ത്രീ വിശേഷിപ്പിച്ചത്. വായിൽ വന്നത് പറയാൻ കൊള്ളൂല. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ക്രീച്ചർ. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. ജന്തു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കേൾക്കാനാണ് നമുക്കൊരു അപകർഷതാ ബോധമുള്ളത്. അതിനെ അപമാനിച്ചതിന് തെളിവാണ് ആ കുറ്റം പറയുന്നത്. കൂടാതെ പാരന്റ്സ് പറയുന്നുണ്ട് ഒരു അനുശോചന കുറിപ്പ്, ആ പെൺകുട്ടി മരിച്ചതിന്റെ അനുശോചന കുറിപ്പിൽ ഭീഷണിയാണ്. ആ ഭീഷണിയിൽ പറയുന്നത് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഏതെങ്കിലും രീതിയിൽ സ്കൂളിന് റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കുന്നുള്ള ഭീഷണിയാണ് ഇവർക്ക് പുറപ്പെടുവിക്കുന്നത്. ഇവളൊക്കെ ആരാണ് ഇവിടത്തെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവിടുത്തെ ഈ സർക്കാരും ഈ ഇവിടെയുള്ള രാഷ്ട്രീയങ്ങളും ഈ സാമുദായിക മത നേതാക്കളും ഒക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അവരൊക്കെ പ്രീണിപ്പിച്ചാലേ വോട്ട് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് സ്വന്തം മക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്തരത്തിൽ സ്വാധീനമാണ് ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്ന് ആ ദിവസം സംഭവിച്ച കാര്യം ആ കുട്ടിയുടെ സഹപാഠി, ആശീർവാദയുടെ സഹപാഠി പറയുന്നുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് ഷഫിൾ ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവര് ഒരു ക്ലാസ്സിൽ ഈന്ന് ലാസ്റ്റിലേക്ക് വന്നു. അപ്പൊ അതിൽ 5 ഗേൾസും ബാക്കിയുള്ള മൊത്തം ബോയ്സ് ആയിരുന്നു. അതിൽ ചില ഗേൾസ് ലീവായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞപ്പോ ഈ കുട്ടിക്ക് അറിയാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം പുറത്തു പോയി വന്നപ്പോഴേക്കും കരഞ്ഞിട്ടാണ് ക്ലാസ് വന്നിരുന്നത്. ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നണേ. ഒന്നും പറഞ്ഞൊന്നുമില്ല. ക്ലാസ്സിൽ കുറെ നേരം ഇരുന്ന് കരഞ്ഞു. P1
എന്ന് മണ്ണാങ്കട്ടയാണെന്ന് എനിക്കറിയാൻ ഈ പറയുന്നത്. ഓരോ മാസവും നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കുറഞ്ഞ റീഷഫിൾ ചെയ്യുക. 1.5 മാർക്ക് കുറഞ്ഞതിന് മുഴുവൻ മാർക്ക് മേടിക്കുന്നവരൊക്കെ ഡിവിഷൻ തിരിച്ചിരിക്കണം. ABCDE. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു എയിൽ, അതിൽ കുറച്ച് മാർക്കുള്ള ഒരു ബിയിൽ, പിന്നെ CDE ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് മാർക്കിന്റെ പേരിലുള്ള കോമ്പറ്റീഷൻ, കുറച്ചൊരു മാർക്ക് അങ്ങോട്ട് കുറഞ്ഞു ഇങ്ങോട്ട് കുറഞ്ഞു എന്നുള്ള പേരിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാക്കാതെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വ്യക്തി എന്നുള്ളതൊക്കെ ഒഴിവാക്കാതെ ഒരു കൂട്ടം ആളുകളാണ് ഒരുമിച്ച് വിജയം നേടുന്നതാണ് എന്നുള്ള ഒരു കൾച്ചർ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കാനാണ്. അപ്പൊ അത് ഡിവിഷനായിട്ട് തിരിച്ചു. ഈ നാറികള് മാർക്ക് കുറഞ്ഞവർ ഇയിലേക്ക് പോയിക്കോളൂ, തോക്കാനുള്ളവര്, ജയിക്കാനുള്ളവര്, നമ്മുടെ സ്കൂളിൽ പേര് കൊണ്ടുവരാൻ പോകുന്നവര്. ഈ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ തന്നെ തെറ്റാണ്. ഇതിനേക്കാളും ഭേദമായിരുന്നു നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ. എല്ലാ ക്ലാസ്സിലും പഠിക്കുന്നവരുണ്ടാവും, പഠിക്കാത്തവരും ഉണ്ടാവും. പക്ഷെ എല്ലാവരും ഒരേ കണ്ണുകൊണ്ടാണ് കണ്ടിരുന്നത്. അല്ലാതെ ഗ്രേഡ് കുറയുന്നതനുസരിച്ച്, മാർക്ക് കുറയുന്നതനുസരിച്ച് അവരെ ഈ ഗ്രേഡിലേക്ക് മാറ്റി നിർത്തുക, D ഗ്രേഡിലേക്ക് മാറ്റി ഇരുത്തുക, ആ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ കുട്ടികളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. എൻ്റെ 1.5 മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഞാനിതാ പഠിക്കാത്ത കുട്ടികളുടെ ഇടയിലേക്ക് 1.5 മാർക്ക് കുറഞ്ഞതിനെ നമ്മളൊക്കെ തട്ടിമുട്ടി 35% മാർക്ക് മേടിച്ചിട്ടൊക്കെയാണ് പ്രീ-ഡിഗ്രി പാസ്സായിരിക്കുന്നത്. പകുതിയിലധികം മാർക്കില്ല, 75-65 മാർക്കില്ല. 1.5 മാർക്ക് കുറഞ്ഞതിന് ഈ ഗ്രേഡിലേക്ക് കൊണ്ടുവന്നിടുന്ന ഏത് ഇല്ലായ്മയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പറയുന്ന വാക്കുകൾ, ഈ സംഭവങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ തലയിലിങ്ങനെ പെരുത്തോണ്ടിരിക്കുമ്പോൾ ഈ വായിൽ നമ്മൾ വിചാരിക്കാത്ത വാക്കുകളൊക്കെ വരുന്നത്. എന്നിട്ട് ഇവര് ന്യായീകരിക്കാൻ തുടങ്ങി, അങ്ങനെ സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടികൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാ മാസവും ടെസ്റ്റ് നടക്കും. അതിൽ മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ വേറെ സ്കൂളിൽ പോകണമെന്ന് പറയാം. എന്താണല്ലോ വേറെ സ്കൂളിലേക്ക് പോകാൻ പറയുക, ഡിമോട്ട് ചെയ്യുക. 9ാം ക്ലാസ്സിലെത്ത കുട്ടിയെ കൊണ്ട് കത്ത് എഴുതി മേടിപ്പിക്കുക. 24 ന്യൂസിലാണ് ഞാൻ ആ കത്തിന്റെ കോപ്പി കണ്ടത്. കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കുകയാണ്, അടുത്ത എക്സാമിൽ ഞാൻ മാർക്ക് വാങ്ങും, മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ 8ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്താൻ എനിക്ക് സമ്മതമാണ്. അത് കുട്ടി എഴുതണം, പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ കത്തായിട്ട് പാരൻസിന്റെ മുമ്പിലേക്ക് പോകുന്ന കുട്ടിയുടെ അവസ്ഥ. എന്നിട്ട് ന്യായീകരിക്കണം അങ്ങനെ സംഭവമില്ല എന്ന്. ലെറ്റർ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ 5 പേരെ കൊണ്ട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം ഈ നികൃഷ്ട ജീവികളൊക്കെ ജനങ്ങൾ കാണണം, ഈ നരാധമകളെ ജനങ്ങൾ കാണണം. 5 പേർക്കെതിരെയാണ് ശിക്ഷ എടുത്തിരിക്കുന്നത്. ആരോപണ വിധേയരായ സ്കൂൾ പ്രിൻസിപ്പൽ OP ജോയ്സി, അധ്യാപികമാരായ സ്റ്റെല്ല ബാബു, AT തങ്കം എന്നിവരെ പുറത്താക്കി. അർച്ചന ടീച്ചറെ, അമ്പിൾ ടീച്ചറെ, പ്രിൻസിപ്പളെ, പിന്നെ സ്റ്റെല്ല ടീച്ചറൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞ അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 5 പേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ 5 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത്. ഈ കാണുന്നവളാണ് സിസ്റ്റർ ജോയ്സി മേനാച്ചേരി OP. തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് മാത്രം ആൾക്കാരൊന്നും ബഹുമാനം കിട്ടില്ല, മനുഷ്യനാകണം. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. ഇവളാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് സ്റ്റെല്ല ബാബു. ഈ പറയുന്ന സ്റ്റെല്ല ബാബു എന്ന് പറയുന്നവളെ കുറിച്ച് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ പറയുന്നുണ്ട്. ഇവളാണ് ആ കുട്ടിയെ നോട്ട്ബുക്ക് കൊണ്ടുവന്നില്ലാന്ന് പറഞ്ഞ ചവിട്ടിയവള്. അടുത്തവള് തങ്കമേട്ടി, എഡ്യൂക്കേറ്റർ. ഇത് അർച്ചന മുരളീധരൻ, അമ്പിളി R, സെക്ഷൻ ഹെഡ്. എഡ്യൂക്കേറ്ററും സെക്ഷൻ ഹെഡും പ്രിൻസിപ്പളൊക്കെ ചേർന്നിട്ടാണ് ആ കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കിയെന്ന് ആ കുട്ടി എന്ന് കരുതപ്പെടുന്ന കുറിപ്പിൽ പറയുന്നു. ഈ സസ്പെൻഷനൊന്നും ഇത് തീർക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ജനങ്ങൾ ഒരിക്കലും ഈ സസ്പെൻഷൻ കിട്ടിയെന്ന രീതിയിൽ അവിടെ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിൻവലിഞ്ഞു പോവരുത്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കി പ്രേരണാക്കുറ്റത്തിന് ഇവളുമാർക്കെതിരെ കേസെടുക്കണം. കുട്ടിയെ ചവിട്ടുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഇത് പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഉപദ്രവം സഹിക്കണം കേട്ടോ, പഠിക്കാത്ത കുട്ടികളാരും മാത്രമല്ല പറയുന്നത്. അതേപോലെ തന്നെ അടിച്ചിട്ട് പാട് ഒരാഴ്ചയോളം കയ്യിലുണ്ടായെന്ന് പറഞ്ഞു. എൻ്റെ മമ്മി ഒരിക്കലും എൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അത് എന്നെ മാത്സ് പഠിപ്പിച്ച സാറ് ഒരു അടി അടിച്ചിട്ട് എൻ്റെ കയ്യിൽ പാട് വീണു, ചോര ചത്ത് കിടക്കായിരുന്നു കയ്യിൽ. മമ്മി നേരെ സ്കൂളിൽ വന്ന് ചോദ്യം ചെയ്തു, അധ്യാപകനെ കൊണ്ട് എക്സ്പ്ലനേഷൻ ചോദിപ്പിച്ചു. അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് മമ്മി പോയത്. ഈ ഭയന്നിട്ട് ഓടേണ്ട ഒരു കാര്യമില്ല. ഈ ലോകത്ത് ഒരു സെന്റിമെന്റ് സ്കൂൾ മാത്രമല്ല ഉള്ളത്. ഏത് സ്കൂളിൽ പഠിച്ചാലും മുന്നേറാനുള്ളവർ മുന്നേറും. ഏതെങ്കിലുമൊക്കെ കോളേജിൽ മാത്രം പഠിച്ചാലേ ഭാവി സുരക്ഷിതമാകുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മക്കളിൽ വിശ്വാസമുണ്ടോ? അവരെങ്ങനെ വന്നാലും കയറി വന്നോളും. അതിനുവേണ്ടി ഈ നരാധമകൾക്ക് അടിമപ്പണിയെടുക്കാൻ നിങ്ങളുടെ മക്കളെ, അവരെ ചവിട്ടും കുത്തും കൊള്ളാൻ നിങ്ങളുടെ മക്കളെ അനുവദിക്കരുത്. പറഞ്ഞൊന്ന് ഇതാണ്, ഈ അടിച്ചു തൊഴിച്ചു എന്നുള്ള കാര്യത്തിൽ CWC കേസെടുക്കണം, അത് വേറെ. മാത്രമല്ല ഇവർക്കെതിരെ ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിത്തം പറയിപ്പിച്ചു വെക്കുള്ളൂ. അതുവരെ ഈ പ്രതിഷേധം നിലനിൽക്കണം. അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ എടുത്ത് സംസാരിക്കുന്നത്. അതേപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചില ആളുടെ അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാനത് അവസാനിപ്പിക്കാം. എൻ്റെ മകളെ ഒരു HM +1 +2 കാലഘട്ടത്തിൽ കഷ്ടപ്പെടുത്തിയത് പറയാതെ വയ്യ.
അവരും ദൈവത്തിൻ്റെ മാലാഖ സിസ്റ്റർമാരെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തത് ഈ കമൻറ്റിൽ ഒതുങ്ങില്ല. ഞാൻ ഒപ്പം നിന്നതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ടില്ല. തോറ്റ പേപ്പറായി മുൻപിൽ കിട്ടാൻ വേണ്ടി ശരിയുത്തരം വെട്ടിയിടുന്ന അവരുടെ ആയ മറ്റൊരു ടീച്ചർ. എന്താണ് ഇത്, ആടുതോമാച്ചൻ്റെ മലയാളം ഭാഷോ? ശരിയായ ഉത്തരം തെറ്റി മാർക്ക് കുറക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയി എൻ്റെ ഉത്തരം കറക്റ്റാണ്, എസ് ആയിരുന്നു, അവർക്ക് മാർക്ക് കൊടുക്കേണ്ടി വന്ന കലിപ്പിന് ആൻസർ ഷീറ്റ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ HMൻ്റെ റൂമിൽ കൊണ്ടുപോയി വധിക്കണം. അതിനൊത്താശ ചെയ്യുന്നവർ എല്ലാവരുമല്ല, നീ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത്. ഒറ്റക്കിരുത്തി ക്യാമറയിൽ കൂടി വാച്ചിങ്, എന്നിട്ടും പാസ്റ്റ്. ഒരു ലീവ് എടുത്താൽ പ്രൂവ് ചെയ്യാൻ പാരൻസ് വന്നാൽ പറഞ്ഞുകൂട്ടുന്ന ഭാഷ, മറ്റു കുട്ടികളെ മുൻപിൽ വെച്ച് അവഹേളിക്കൽ. ഡിസ്ട്രിക്റ്റ് പോയി ഷോർട്ട് പുട്ടിന് സെക്കൻഡ് സ്റ്റേജിൽ മറ്റു കുട്ടികളെ കഴുത്തിലിട്ട് ആദരിച്ചപ്പോൾ ഇവർക്ക് കയ്യിലേക്ക് ചുരുട്ടിക്കൂട്ടിയിട്ട് കൊടുത്തു. എന്നെ പരനാറികളാണ് ഇവരൊക്കെ. ഇന്നും ആ സ്ഥാനത്ത് തന്നെ ആ പ്രതിഷ്ഠയുണ്ട്. ആ 2 കൊല്ലം ഞാനും അവളും അനുഭവിച്ച ടെൻഷൻ എന്താണ് ഈ കൂട്ടിൽ കുട്ടികൾക്ക് കിട്ടുക? വെറുപ്പോട് ഓർമ്മിക്കേണ്ട കാലഘട്ടം സ്കൂളും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, നമ്മുടെ സ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടവും നമ്മൾ സന്തോഷത്തോടെ ഒന്നുകൂടെ അവിടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രോമാറ്റിക് ആയിട്ടുള്ള, അവരുടെ ജീവിതത്തെ മാനസികമായി ബാധിക്കുന്ന, അവരുടെ ആൻസൈറ്റിയുടെ റൂട്ട് കോസായി തീരുന്ന ഇടങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഷെയിമാണ്. കല്യാണം കഴിക്കാത്ത കുട്ടികളെ പ്രസവിക്കാത്ത സിസ്റ്റർമാർക്ക്, യേശുവിൻ്റെ മണവട്ടൽ എന്ന് പറയുന്നവർക്ക് കുട്ടികളുടെ മാനസിക സംഘർഷം മനസ്സിലാവില്ല. എല്ലാ സിസ്റ്റർമാരും ഇത് പെടില്ല കേട്ടോ. ആ സ്കൂൾ തുറപ്പിക്കുകയല്ല വേണ്ടത്, എന്നേക്കുമായി അടപ്പിക്കുകയാണ് വേണ്ടത്. ഒരുപക്ഷെ അവസാന ഭാഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കറക്ഷനാണ് വേണ്ടത്, അല്ലാതെ ഇല്ലാതാക്കലാണ് നമുക്ക് ആവശ്യം. ആ സ്കൂൾ അടപ്പിക്കുക എന്നല്ല, അവിടെയുള്ള പുഴുക്കുത്തുകളൊക്കെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നിയമത്തിന് അവർ വിട്ടുകൊടുക്കുകയും ചെയ്യണം, നിയമം കൃത്യമായ നടപടി എടുക്കുകയും വേണം. ഈ പറഞ്ഞൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫ്രസ്ട്രേഷൻ കണ്ടിട്ടുള്ളത് ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളിലാണ്. എൻ്റെ കുട്ടികൾക്ക് സ്കൂളിലെ ചില അധ്യാപകരിൽ നിന്നും ഇതുപോലെ വല്ലാത്തൊരു ടോമ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില അധ്യാപകരുടെ നല്ല രീതിയിലുള്ള സമീപനം എൻ്റെ മക്കളെ നന്നായി സ്വാധീനിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ മാതാപിതാക്കളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ മക്കൾ അവിവേകമൊന്നും ചെയ്യാതിരുന്നത്. നാട്ടിലും UAയിലും പഠിച്ച കുട്ടികളാണ്, 2 ഇടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപിക എനിക്ക് അധ്യാപകരുടെ സമീപനം എങ്ങനെ കുട്ടികളെ സ്വാധീനിക്കുമെന്ന് നന്നായ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം ഇന്നും അനുഭവിക്കുന്നുണ്ട്. ശരിയാണ്, ഇതുപോലുള്ള ചില ടീച്ചർമാരെ എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ടീച്ചർമാരുണ്ട്. എന്നാൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മലയാളം നോട്ട്ബുക്ക് കീറി വലിച്ചെറിഞ്ഞ ഒരു ടീച്ചറുണ്ടായിരുന്നു 7ാം ക്ലാസ്സിൽ. അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തതാണ് കാണുന്നത്. പക്ഷെ അല്ലാതെ ഞാൻ ഓർത്തിരിക്കുന്ന ഒരുപാട് ടീച്ചർമാരുണ്ട്. ഡെലീന എന്ന് പറയുന്ന ടീച്ചർ, എലിസബത്ത് എന്ന ടീച്ചർ, മരിയ ഗുരേറ്റി ടീച്ചർ, എൻ്റെ ഫസ്റ്റ് എന്നെ പഠിപ്പിച്ച മേഴ്സി ടീച്ചർ, ഇവരൊക്കെ നമ്മൾ ജീവിതത്തിൽ സന്തോഷത്തോടെയാണ് ഓർത്തിരിക്കുന്നത്. ഒരുപാടുണ്ട്. കോളേജ് കാലഘട്ടത്തിലേക്ക് വന്നാലും ഒരുപാട് നല്ല അധ്യാപകർ നമ്മളിപ്പോഴും അവരെ സ്നേഹത്തോടെ ഓർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നത് അവരുടെ ക്യാരക്ടർ നമ്മളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട്, അല്ലാതെ ഈ പുസ്തകം വലിച്ചെറിയുന്നവരും അടിക്കുന്നതും കുത്തുന്നതും ചവിട്ടുന്നതും അധ്യാപകരൊക്കെ നികൃഷ്ട ജീവിത ഗണത്തിലാണ് ജീവിതകാലം മുഴുവനും നിങ്ങൾ സ്മരിക്കപ്പെടുന്നത്. വളരെ ശരി. വെൽ സെഡ് സാർ. ദിസ് വീഡിയോ നീഡ്സ് മോർ സപ്പോർട്ട്. ഐ ആം വന്ദന മാംസ് കൊളീഗ്. ഓക്കെ, നിങ്ങൾ വായിച്ചതിൽ സന്തോഷം. കാരണം കഴിഞ്ഞ ദിവസം വന്ദനയുടെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. These are true and suffered a lot. When we get to receive our experience certificate, the principal badly blamed us and asked us to get out. Also used the term, she said, വൃത്തികെട്ട ജന്തുക്കൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. In front of the office staff, and also she didn't sanction the experience certificate. The reason for such a behavior is that we asked the reason for termination. അല്ല, അതാ പറയുന്നതേ, ഉടുപ്പിട്ട് കൊണ്ട് മണവാട്ടിയും വിശുദ്ധയൊന്നും ആവുന്നില്ല. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് നിങ്ങൾ നല്ലതാണോ മോശമാണോ എന്ന് വിലയിരുത്തപ്പെടുന്നത്. അല്ലാതെ കുറെ അതൊരു വെള്ളം ഉടുപ്പ് അല്ലെങ്കിൽ നീണ്ട ഒരു ഉടുപ്പിട്ടുകൊണ്ട് നിങ്ങൾ ആരും വിശുദ്ധകളാവുന്നില്ല, സ്വഭാവം നന്നല്ലെങ്കിൽ. വേറെ ക്യാൻ ഐ ഫൈൻഡ് ദ ഫുൾ വീഡിയോ? അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐ സ്റ്റഡീഡ് ഇൻ നിർമ്മല ഭവൻ കോൺവെന്റ് സ്കൂൾ അറ്റ് ട്രിവാൻഡ്രം. There was one of this nun who used to teach Malayalam. She had an argument with my mother once because of youth festival timing and transport facilities or lack of it provided by the school, and she used to take it on me and in front of the class of all the students. For a long time this went on. She is the most toxic teacher I have ever seen. We generally portray nuns as most innocent and good-hearted people who serve Jesus, but according to me, they hold lot of frustration and grudge inside and take it on kids. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇവർ പറയുന്നതൊന്നും നിഷേധിക്കാനേ പറ്റുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ. നൺസ് മാത്രമല്ല, പുരോഹിതർ മാത്രമല്ല, ഈ മതപുരോഹിതത്തിൻ്റെ തലപ്പാവും ലോഹയും ഉടുപ്പും ഒക്കെ പുതച്ച് നടക്കുന്ന പലരിലും കണ്ടിട്ടുണ്ട് ഈ ഫ്രസ്ട്രേഷൻ.
അതൊക്കെ തൻ്റെ മുന്നിലേക്ക് വരണമെങ്കിൽ തന്നെ ഈഗോയെ ഹേർട്ട് ചെയ്തതിന് പിന്നെ ഇവൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ അങ്ങേ അറ്റത്താണ് ഇവളുമാരുടെയൊക്കെ എല്ലാ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ഇനി സ്കൂളിൽ നിന്ന് പല ടീച്ചർമാരെ പുറത്താക്കണം. എനിക്ക് തോന്നുന്നു ആ രണ്ടുപേരെ കൂടി ചേർത്തിട്ടാ പറയുന്നു. ആ രണ്ടുപേരോട് പുറത്താക്കി ചിലപ്പോൾ ഇതല്ലാതെയും വേറെ ആളുകൾ ഉണ്ടായിരിക്കണം. കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. അതുപോലെ വലിയ എമൗണ്ട് കൊടുത്ത് എന്തിനിങ്ങനെയുള്ള സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടുന്നു? സ്കൂൾ ജീവിതം എന്നും നല്ല ഓർമ്മകൾ തരാനുള്ളതല്ലേ. കഷ്ടം പാവം കുട്ടി. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. കേൾക്കുക മാത്രമല്ല അവരുടെ കൂടെ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളത് കൂടെ ആഡ് ചെയ്യണം. ഞാനത് ഫിലോസഫിക്കലായിട്ട് പറയല്ല, ഞാൻ പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇവരുടെ പേരിൽ മർഡർ കേസ് എടുക്കണം, വിടാൻ പാടില്ല. തീർച്ചയായിട്ടും ഇവർക്കെതിരെ ഈ ഒരു പുറത്താക്കലുകൊണ്ടൊന്നും ഇവിടെ നിർത്താൻ പാടില്ല ഈ കാര്യം. സാർ പറഞ്ഞത് സത്യം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സാർ എന്ന വിളി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പേര് വിളിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോഴുള്ള സ്കൂളുകളെല്ലാം തന്നെ ഒരു മാഫിയ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മാഫിയ തലവൻ അവിടുത്തെ പ്രിൻസിപ്പളും ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. എൻ്റെ മുന്നേ ഒരു അനുഭവമുണ്ട്. കാലിക്കറ്റ് ചിന്മയിൽ നിന്ന് ഇത് തന്നെ ഈ സ്കൂളിൽ നടന്നതുപോലെ മെൻ്റൽ ടോർച്ചറിങ്ങും ഫിസിക്കൽ ഫ്രാക്ചറും എല്ലാം കൂടി ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ആ ടീച്ചറെ തല്ലാൻ വരെ ഞാൻ കൈയൊങ്ങി. നായിൻ്റെ മോളെ പറയാൻ പറ്റില്ല, അവരെ ഫ്രസ്ട്രേഷൻ അവർ വിളിച്ചോന്നാണ്, അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ നായ്ക്കൾക്ക് സാലറി മാത്രം മതി, അതാണ് കാര്യം. കുട്ടികളോട് ഒരു തരിമ്പ് സ്നേഹമില്ല, ഈ നായ്ക്കൾക്കില്ല. അതാണ് വിഷയം. ഇവരെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ടീച്ചർമാർക്ക് ഇത് കേൾക്കാൻ അർഹതയുള്ളവരാണ് എന്ന് വെച്ചാൽ എല്ലാവരും അടച്ചാക്ഷേപിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള ടീച്ചർമാരുണ്ട്. കയ്യിലിരിപ്പുണ്ട് കേൾക്കുന്നതാണ്. ജീസസ് ക്രൈസ്റ്റ് Joseph Emmanuel was a good person, but it seems that the several of his followers have not taken the path that has had shown them. അതെ, യേശുക്രിസ്തു കാണിച്ച വഴിയിലൂടെയൊക്കെ നടക്കുകയാണെങ്കിലേ ഈ പറയുന്ന ആൾക്കാരൊക്കെ എവിടെ എത്തിയാന്? സ്ഥാനമോഹികളാകാൻ പാടില്ല എന്നാണ് യേശുക്രിസ്തു അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞത്. സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫ്രസ്ട്രേഷൻ ഒന്ന് കാണണം. പക്ഷെ ഒരു കുട്ടി മരിക്കേണ്ടി വന്നു. ദാറ്റ്സ് എ സാഡ് ട്രൂത്ത്. അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സത്യം ഏതാണ്? ഇനിയൊരു കുട്ടി ഇതുപോലെ മരിക്കാൻ പാടില്ല. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.